2024 ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ഗണേഷ് കുമാർ ഒരു പ്രസ്താവന ഇറക്കി. പ്രസ്താവന ഇങ്ങനെയാണ്: നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക്, വളരെ അത്യാവശ്യമുള്ളവർക്ക് പ്രിന്റിംഗ് യൂണിറ്റിൽ ചെന്ന് RC ബുക്ക് ചോദിച്ചാൽ അവിടെ നിന്ന് പ്രിന്റ് എടുത്ത് കയ്യിലേക്ക് തരും എന്നുള്ളതായിരുന്നു മന്ത്രിയുടെ പ്രസ്താവന. ഇതിനെ തുടർന്ന് ഞാൻ നേരെ പ്രിന്റിംഗ് യൂണിറ്റിൽ ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കാർഡില്ല എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞ റീസൺ. ഞാൻ പറഞ്ഞു, മന്ത്രി ഓൾറെഡി പറഞ്ഞല്ലോ, ഓൾറെഡി ഞാൻ ഫീസ് അടച്ചിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. കാർഡില്ല എന്ന് പറയുന്നത് നിങ്ങൾ മണ്ടത്തരമാണ്, എനിക്ക് RC ബുക്ക് വേണം. കാരണം നിയമപ്രകാരം ഒരു വണ്ടി RC ബുക്ക് ചേഞ്ച് ചെയ്താൽ 10 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇൻഷുറൻസിൽ നിന്നും പഴയ ആളുടെ പേര് മാറ്റി എന്റെ പേര് അവിടെ വെക്കണം, എന്നാൽ മാത്രമേ വണ്ടി ക്ലെയിം ചെയ്ത് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ് നിയമം. ഈ നിയമം എനിക്കറിയാവുന്നതുകൊണ്ട് നീ വണ്ടി അപ്പൊ ഇത് ചൂണ്ടിക്കാണിച്ച് ഞാനത് പരാതി ഞാൻ പറഞ്ഞു, എനിക്ക് RC ബുക്ക് കിട്ടാതെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് അവിടെ ഇരുന്നപ്പോ എന്റെ പേരിൽ കേസ് കൊടുത്തത് MVIO മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാരുമല്ല, ഒരു ഹെഡ് ക്ലർക്കാണ്. ഹെഡ് ക്ലർക്കിന് അല്ല ചുമതല അത് പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ ഹെഡ് ക്ലർക്കിന് തല്ലണം, അല്ലെങ്കിൽ ഞാൻ ഹെഡ് ക്ലർക്കിനോട് മോശമായിട്ട് പെരുമാറണം. ഇതൊന്നും അവർ സംഭവിച്ചിട്ടില്ല. ഹെഡ് ക്ലർക്ക് പരാതി കൊടുത്തത് 7 കോടി രൂപ തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇവരും ഇവരുടെ സഹോദരനായ തേവര സ്റ്റേഷനിലെ പോലീസുകാരനും കൂടി ചേർന്ന് നടത്തിയ, ഇവർ മാത്രമൊന്നുമല്ല അനന്തകൃഷ്ണൻ ഉൾപ്പെടെ അതിന്റെ ശബ്ദം, അതിന്റെ അവർ പറയുന്ന ഓഡിയോ റെക്കോർഡ് കൂടി നിങ്ങൾ കേട്ടോ? സ്മിതട്ടാണ് അവിടുത്തെ MBA ആണല്ലോ, ഹെഡ് ക്ലർക്ക് അല്ലല്ലോ. ഫ്രണ്ട് ഓഫീസിലായിരുന്നു ഹെഡ് ക്ലർക്ക്. അവിടെ 12 സ്റ്റാഫ് ഉണ്ടായി ഡിപ്പാർട്ട്മെന്റിന്റെ മൊത്തം. ഞങ്ങൾക്ക് അവരുടെ ഹെഡിൽ അവരുടെ കീഴിൽ 3 ITS സ്റ്റാഫ് ഞങ്ങളെ പോലെ ഉള്ളവരുണ്ടാവും. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിൽ എല്ലാത്തിനും ഹെഡായിട്ട് നിന്നത് ഈ ഹെഡ് ക്ലർക്കാണ്. അപ്പൊ അവരാണ് ഫ്രണ്ട് ഓഫീസിൽ വരുന്നത്. ബാക്കിയുള്ള സ്റ്റാഫുകളും അകത്ത്, ബാക്കി 12 സ്റ്റാഫുകളും അകത്ത്. ഇതിന്റെ ഓൾ ഇൻ ഓൾ ചാർജ് ആണ് അസൈൻ ചെയ്ത് ഒരാൾ ഇത്രയും ഇത്ര ആർട്ട് ഓഫീസ് ഒരാളുടെ കീഴിൽ അങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ട് 81 ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ. ഈ 12 MVD സ്റ്റാഫുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. അതിന്റെ കീഴിൽ ഞങ്ങൾ 3 പേരെ ഇരുത്തും, 3 ITS സ്റ്റാഫിനെ ഇരുത്തും. ഇതിന്റെ ക്വാളിറ്റി ചെക്ക്, അതിന്റെ സോർട്ടിങ്ങും അതിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാൻ ഞങ്ങൾ 3 പേരെ വെച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിന്റെ കീഴിലെടുത്തു. ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫിന്റെ ഉത്തരവാദിത്തം പ്രിന്റ് എടുക്കുക, കാർഡ് നമ്മുടെ കയ്യിൽ തരും, ബാക്കി ചെയ്യുന്ന ഞങ്ങൾ. കാർഡ് നിങ്ങളുടെ കയ്യിൽ തരും. അതിലൊന്നും മിസ് മാച്ച്. അപ്പൊ ഈ ആദ്യം പറഞ്ഞത് ഇതിനകത്ത് കാർഡില്ലാത്തതല്ലല്ലോ അതിന്റെ അകത്ത് വാസ്തവം? കാർഡില്ലാത്തല്ല, കാർഡ് കൊണ്ട് എൻവലപ്പ് കൊണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട്, അതിനകത്തുണ്ട്, എല്ലാം ഉണ്ട്. പൈസ കൊടുത്താലേ കാർഡ് ഇറക്കത്തുള്ളൂ, പൈസ കൊടുത്താൽ കാർഡ് നാളെ വരും. അങ്ങനെയാണ് അവിടെ. ആ ഇപ്പോഴും കാർഡുണ്ട്, കാർഡില്ലാത്തതല്ല. ഞാൻ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുവായിരുന്നു, അപ്പൊ പബ്ലിക് വിളിക്കുമ്പോ പറയുന്നുണ്ട് കാർഡില്ല. ലാസ്റ്റ് ഞമ്മക്ക് ശമ്പളം കിട്ടാനായിട്ട് ഞാൻ പറഞ്ഞു ഗവൺമെന്റ് പൈസ കൊടുക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു. പബ്ലിക്കിന് ആക്സസിബിൾ ഉണ്ടല്ലോ. കാർഡില്ല, നിങ്ങള് മന്ത്രിയുടെ അടുത്ത് പോയി പറയാ. നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ, നമുക്കും കാർഡില്ലാത്തതല്ല. അല്ല, അപ്പൊ ഞാൻ ചെന്ന് ആദ്യത്തെ വാർത്ത വരുന്നത് കാശ് കൊടുത്ത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവർക്കും കൊടുക്കാനുണ്ടായിരുന്നു. ഗവൺമെന്റ് അല്ലാതെ നമ്മുടെ കമ്പനി നമ്മുടെ കമ്പനിയാണ് കൊടുക്കുന്നത്. ഇത് ശരിക്കും ITL ലിമിറ്റഡ് എന്നുള്ള ഇന്നത്തെ കാലത്ത് ഇന്ത്യൻ ടെലിഫോൺ അവർക്കാണ് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത്. ഇവര് ഇതിന്റെ ഇടയ്ക്കൊരു സബ് കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. അവരാണ് ഇപ്പൊ ഈ പ്രോജക്ട് റൺ ചെയ്യുന്നത്. പക്ഷെ അവരുടെ പേര് നമുക്ക് ഇപ്പോഴും അറിയില്ല. ആണോ പ്രിസൈൻസ് ആണോ ആരാന്നുള്ള അറിയില്ല. ഈ വേറെ സ്ഥാപനം പേര് പറയുന്നത് സത്യം പറഞ്ഞാൽ എത്ര ഉണ്ട്? ITI, പ്രിസൈൻസ്, ലിമിറ്റഡ്, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, അവർക്കാണ് മെയിൻ കരാർ കൊടുത്തത്. ഇവരാണ് ഇതിന്റെ ഇടയ്ക്കൊരു കരാർ കൊടുത്തിട്ടുണ്ട്, ഈ ITIക്കാര്. ആർക്ക് കരാർ കൊടുത്തു? ആ കരാർ കൊടുത്ത കമ്പനി എന്ന് പറയുന്നത് പ്രിസൈൻസ് ആണോ നമുക്കറിയില്ല. ഈ പ്രിസൈൻസുകാരില്ലേ, ഇവർക്ക്
ഇവരാണ് അടുത്ത എന്റെ കൊടുത്ത് ഈ എന്റെ സ്റ്റാഫുകളാണ് ഞാൻ. അതാണ് എന്റെ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞ പരാതി കൊടുക്കുമ്പോ ഒരു ഐ കാർഡിലായിട്ട് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് പ്രസൻസ് എന്ന് പറയുന്ന സ്ഥാപനത്തിന് ഉപകരാറ് കൊടുത്ത് ഈ കരാറ് കൊടുക്കാൻ യാതൊരു റൈറ്റുമില്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് സർക്കാരായ ഞാനിപ്പോ ഒരു സ്ഥാപനത്തിന് കരാറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കരാറ് മറ്റൊരാൾക്ക് ഉപകരാറ് കൊടുത്താൽ ആ കരാറ് റദ്ദായി പോയി എന്നുള്ളതാണ് വാസ്തവം. ഇത് പാലിക്കാതെ അനന്തപുരത്ത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ശ്രീജിത്ത് ഉൾപ്പെടെ എല്ലാവരും കൂടി കൂടിച്ചേർന്നുകൊണ്ട് നടത്തിയ ഒരു തട്ടിപ്പാണ് ഈ പറഞ്ഞ പരിപാടി. അതിന്റെ പേരിലാണ് എന്റെ പേരിൽ ഇവർക്ക് പൈസ കിട്ടാതിരുന്നപ്പോൾ 7 കോടി രൂപ എന്റെ പേര് പറഞ്ഞ് എന്നെ കേസിനകത്ത് കുടുക്കി തട്ടിയെടുക്കുക മാത്രമായിരുന്നു ഇവരുടെ ഉദ്ദേശവും ഉദ്ദേശ ലക്ഷ്യങ്ങളും. ഇത് എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇതിന്റെ ഒക്കെ ഈ ശബ്ദ സന്ദേശം വെച്ച് ഞാൻ വിജിലൻസ് കോടതിയെ സമീപിക്കും. വരും ദിവസങ്ങളിൽ എത്ര മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും അതിന്റെ കീഴ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള എത്ര പേര് വരും ദിവസങ്ങളിൽ ജയിലിൽ കാണും അല്ലെങ്കിൽ ജയിൽ കാണും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.